ADGPക്കെതിരായി ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും അന്വേഷണത്തിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഈ നിലപാടിന് പിന്തുണ നൽകുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പത്രപ്രതിനിധികളെ കണ്ട സമയത്ത് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകം, കാത്തിരിക്കുക, ഗവൺമെന്റിന്റെ നിലപാട് നിങ്ങൾക്ക് ബോധ്യമാകും. ഇപ്പോൾ ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് തെളിയിക്കുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. ഈ അന്വേഷക സംഘത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, DGP. DGPയുടെ മുമ്പാകെ ഉയർന്നു വന്ന ആരോപണത്തിൽ സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ DGPയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, DGPയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ADGPയുടെ പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇത് വളരെ കൃത്യമാണ്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയൽ വന്നപ്പോൾ ഒരു കാരണവശാലും അത് വെച്ച് താമസിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഉടനെ ഏതാനും മിനിറ്റുകൾക്കകത്ത് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകത്ത് തീരുമാനമെടുത്ത് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഗവൺമെന്റ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് നടപടികൾ കൃത്യതയോടുകൂടി തന്നെ സ്വീകരിക്കും എന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് തുടരുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ, അപ്പോഴാണ് വിജിലൻസ് സാമ്പത്തിക കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യക്തത വരുത്താൻ കഴിയുക. അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഗവൺമെന്റിന്റെ നിലപാട് വളരെ തുറന്ന മനസ്സോടുകൂടിയുള്ളതാണ്. അല്ല, ഈ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾക്കെതിരായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്.